അങ്ങനെ ഈ മഞ്ഞത്ത് മൂടിക്കിടക്കുന്ന ചാങ്ല പാസ് കടന്നു പോകാൻ പോവുകയാണ്. ആ മഞ്ഞിക്കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചു ഒരു ഐഡിയ ഇല്ല. അങ്ങനെ കടന്ന് കുറച്ചേക്കും പോയി കഴിഞ്ഞപ്പോഴേക്കും ഓരോ വണ്ടിക്കാരും നിർത്തിയിട്ട് സ്നോ ചെയിൻ കെട്ടുന്നുണ്ട്. അപ്പോൾ എന്റെ വണ്ടിയിലും എന്തെങ്കിലും സ്നോ ചെയിൻ കെട്ടാന്ന് വെച്ചിട്ടുണ്ട്. കയ്യിൽ റിസർവ് ആയിട്ട് എടുത്ത് വെച്ച പട്ടിച്ചെങ്കിലേക്ക് എടുത്തിട്ട് എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്ത് പിന്നെയും യാത്ര തുടങ്ങി. പോണ വഴിയിൽ പിന്നെയും കുറെ കാറുകളൊക്കെ നിർത്തിയിട്ട് സ്നോ ചെയിൻ കെട്ടായിരുന്നു. അപ്പൊ എന്തായാലും വലിയ സീനില്ലാതെ ഞാൻ കടന്നു പോകുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ പോണ വഴിക്ക് നല്ലൊരു തെന്നിടിച്ച് വീണ് ഒരു പെട്ട് കിടക്കുന്ന അവസ്ഥയായിരുന്നു. ഒന്ന് വണ്ടി പൊക്കാനുള്ള രീതിയിൽ പോലും എന്റെ കൈയുടെ തണുപ്പ് പറ്റാത്ത അവസ്ഥയിൽ. അപ്പോഴാണ് കൃത്യമായിട്ടൊരു ട്രാവലർ വന്നിട്ട് നമ്മളെ സഹായിച്ചത്. ആ ഒരു പുള്ളിയുടെ സഹായം കണ്ട് മാത്രമാണ് ഞാൻ ഒന്ന് വണ്ടി പൊക്കി കഴിഞ്ഞിട്ട് പിന്നെ യാത്ര തുടങ്ങിയത്. പക്ഷെ യാത്ര തുടങ്ങാനായിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴോ കെട്ടി ചെയിനെല്ലാം പൊട്ടിപ്പോയി കിടക്കണു. ആ വള്ളിയൊക്കെ പൊട്ടിപ്പോയി. കാരണം ലാസ്റ്റ് വീഴ്ചയുടെ ഉള്ളിൽ പ്രഷർ കാരണം എന്നെ കെട്ടാൻ ഉപയോഗിച്ച ഇലാസ്റ്റിക് ചെയിന് ഒറ്റയടിക്ക് പൊട്ടിപ്പോയി. പിന്നെ എന്തെങ്കിലും ആവട്ടെ, റിസ്ക് എടുത്തിട്ട് തന്നെ പോകാമെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് വേറെ ചെയിൻ കെട്ടാനായിട്ട് വയ്യ. കാരണം ചെയിൻ കെട്ടാൻ കുറെ സമയം എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ടയറിൽ ഒന്നും കെട്ടാതെ പോവാൻ നിങ്ങൾ തീരുമാനിച്ചു. ആ ഒരു റിസ്ക് എടുത്തിട്ടായിരുന്നു പിന്നെ ബാക്കി യാത്ര തുടങ്ങിയത്. പക്ഷെ കൈയുടെ മരവിപ്പ് കാരണം ഏതാണ്ട് കൈയുടെ ഐസും കെട്ടാകുന്ന അവസ്ഥയായിരുന്നു. പിന്നെ തണുപ്പത്ത് വേറെ എന്ത് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ ബാറ്ററിക്ക് പെട്ടെന്ന് ഡ്രെയിൻ ആവും. അങ്ങനെ ഒരു ഇഷ്യൂ കാരണം എന്റെ Insta360 പെട്ടെന്ന് ചത്തുപോയി. അതിനുശേഷം പിന്നെ എങ്ങനെയൊക്കെയോ ചാങ്ല പാസിന്റെ മുകളിൽ കൂടെ എങ്ങനെയൊക്കെയോ കടന്നുപോയി. അതെങ്ങനെ കടന്നേന്ന് പോലും അറിയില്ല. അത് കടന്നു കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം പാതി രാത്രിയാവാറായി. അപ്പോഴാണ് വഴിയിൽ ഒരു RX സെന്റർ പെട്ടുകിടന്ന് നിസ്സഹായമായ അവസ്ഥയിൽ കിടക്കുന്നത്. അപ്പൊ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ തീർന്നു പോയതാണ്. ഭാഗ്യത്തിന് എന്റെ കയ്യിൽ 2 കന്നാസ് കിടക്കുന്നുണ്ട്. 2 കന്നാസിന് പെട്രോൾ ഉണ്ടായി. അപ്പൊ എന്തായാലും തിരിച്ച് ടൗൺ വഴിയുള്ള പെട്രോൾ എനിക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി സേഫ് ആയിട്ട് എത്തും. അപ്പൊ എന്തായാലും പുള്ളിക്ക് എന്തായാലും പെട്രോളൊക്കെ കൊടുത്ത് സെറ്റ് ആക്കിയതിനു ശേഷം പിന്നെ യാത്ര തുടങ്ങി. പക്ഷെ അങ്ങനെ ഒറ്റയടിക്ക് പുള്ളിനെ ഒറ്റയ്ക്കിട്ട് പോകാൻ തോന്നിയില്ല. അപ്പൊ പുള്ളിയുടെ ഒപ്പം തന്നെ പോവാന്ന് വെച്ചു. പുള്ളിയുടെ RX സെന്റർ പിന്നെയും വഴിയിൽ വെച്ച് പണി കിട്ടി. അപ്പൊ പിന്നെയും അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൂടെ എന്തായാലും സപ്പോർട്ടിനാണ് കൂടെ നിന്നു. അപ്പോഴാണ് അറിയണത് പുള്ളിയാണ് ആദ്യമായിട്ട് ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടോർ പാസ് ആകാൻ പോകുന്ന മിഗില് കയറിയത്. യു ആർ ദ ഫസ്റ്റ് മോട്ടോർ സൈക്കിൾ ടു ഈവൻ റീച്ച് മിഗിൽ ആവാൻ. യെസ്. അങ്ങനെ തിരിച്ച് പോണ വഴിക്ക് പുള്ളി പറഞ്ഞു എന്തായാലും രാത്രി പുള്ളിക്കാരന്റെ കൂട്ടുകാരന്റെ സ്റ്റേ ഉണ്ട്, അവിടെ സ്റ്റേ ചെയ്യാണ്. അങ്ങനെ പുള്ളി പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരന്റെ കൂട്ടുകാരന്റെ സ്റ്റേയില് ലേയിൽ വരും താമസിച്ചു. അങ്ങനെ ഇന്നൊരു കൊല മഞ്ഞിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ഇതൊന്നും അല്ല മഞ്ഞ്. നാളെയാണ് ശരിക്കും മഞ്ഞിൽ പോയി പെട്ട് കിടക്കുന്ന അവസ്ഥ കാണാൻ പോണത്.